ഒരു ദിവസം രാവിലെ മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിൽ നിന്ന് എനിക്ക് ഒരു കോൾ വരുന്നു. ഉടനെ ക്ലിഫ് ഹൗസിൽ എത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. അത്രയും രാവിലെ സാധാരണഗതിയിൽ വിളിക്കാറില്ല. അപ്പോൾ പെട്ടെന്ന് എത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉടനെ തന്നെ കുളിയൊന്നും നടത്താതെ തന്നെ ക്ലിഫ് ഹൗസിലേക്ക് ഓടി. അവിടെ ചെന്നപ്പോഴത്തേക്കും ഉമ്മൻചാണ്ടി സാറ് കുറച്ച് പേരുമുണ്ട്. അദ്ദേഹം ചെറിയ എന്തോ ഒരു നോട്ട് പോലെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എന്നെ വിളിച്ച് മാറ്റി വേറൊരിടത്തിരുത്തിയിട്ട് ഈ ഈ ഈ കുറിപ്പിലെ കാര്യങ്ങൾ ഒന്ന് വിശദീകരിച്ചു. ആദ്യം എനിക്കതങ്ങ് വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാനൊന്നും കൂടെ ചോദിച്ചു, ഇതാണോ സാർ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ പറഞ്ഞു അതാണ് എന്ന്. എന്തായാലും അപ്പോഴത്തേക്കും നേതാക്കളെല്ലാം പടപടാന്ന് വരുന്നുണ്ട്. കാരണം UDF യോഗം നടക്കാൻ പോവുകയാണ്. UDF നേതാക്കളെല്ലാം എത്തുന്നുണ്ട്. പിന്നെ പതിവ് പോലെ ആൾക്കാരെല്ലാം കാണാൻ വരുന്നുണ്ട്. പെട്ടെന്ന് സാറ് വൈൻഡപ്പ് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടല്ലോ, ഇത് ഒരു നോട്ടായിട്ട് 9 മണിക്ക് ക്യാബിനറ്റ് തുടങ്ങുന്നതിന് മുമ്പ് തരണം. കാരണം ഒരാൾ പോലും അറിയാൻ പാടില്ല. അതുകൊണ്ട് വീട്ടിലിരുന്ന് തന്നെ ഇത് ടൈപ്പ് ചെയ്തുകൊണ്ട് വരണം എന്ന് പറഞ്ഞു. ഞാൻ ഓടി വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ബാറ് കണ്ടു. ആ ബാറിന് പിന്നെ കൂടെ ഇങ്ങനെ പോകുമ്പം ഒരാത്മകഥം പോലെ പറഞ്ഞ് നിൻ്റെ കഥ കഴിഞ്ഞടാ എന്നും പറഞ്ഞാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത്. ഇപ്പോൾ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് ഈ ബാറുകൾ എല്ലാം പൂട്ടാനായിട്ടുള്ള ഒരു സുപ്രധാന തീരുമാനമെടുക്കുന്നതിൻ്റെ ഒരു ഡ്രാഫ്റ്റായിരുന്നു അത് ഞാൻ പറഞ്ഞതുപോലെ 9 മണിക്ക് തന്നെ കൃത്യസമയത്ത് ഞാൻ അവിടെ ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തു. അതിൻ്റെ ചെറിയ മാറ്റങ്ങളോടുകൂടി 12 മണിക്കത്തെ പത്രസമ്മേളനത്തിൽ അത് പ്രഖ്യാപിക്കുകയും ചെയ്തു. പിന്നീടുള്ള വിവാദങ്ങളും എല്ലാം ആളുകൾക്കെല്ലാം അറിയാവുന്നതാണ്. ഞാൻ ഉമ്മൻചാണ്ടി സാറിനോട് പിന്നീട് ചോദിച്ചിട്ടുണ്ട്, ഈ ബാറുകളെല്ലാം പൂട്ടാനായിട്ട് എടുത്തത് ഒരു യുക്തിസഹമായ ഒരു തീരുമാനമായിരുന്നു എന്ന്. അപ്പം അദ്ദേഹം എന്നെ ഒന്ന് നോക്കി. കാരണം ആ നോട്ടത്തിൽ പല അർത്ഥങ്ങളുണ്ടായിരുന്നു. അന്ന് ഈ ബാറുകൾ പൂട്ടണമെന്ന് ആവശ്യപ്പെടാത്ത ആരുമില്ല. മന്ത്രിമാരുണ്ട്, ബിഷപ്പുമാരുണ്ട്, പത്രങ്ങളുണ്ട്, എല്ലാവരുമുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ നേതാക്കളുണ്ട്. അപ്പോൾ ബാറിൻ്റെ ഉടയവനായി ഉമ്മൻചാണ്ടി മാത്രം മാറിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു തീരുമാനമെടുക്കേണ്ടി വന്നത്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും കോൺഗ്രസ്സിനകത്തെ ചില നീക്കങ്ങളെ മറികടക്കുക എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമായിരിക്കാം. എന്തായാലും അത് കഴിഞ്ഞപ്പോഴാണ് ഈ ബാറുകൾ എല്ലാം ഈ ബാർ കോഴ എന്നുള്ള ഒരു പ്രയോഗം ഉണ്ടാകുന്നതും മാണി സാറ് അതിനകത്ത് ഒരു പ്രധാന കഥാപാത്രമായിട്ട് കടന്നു വരികയും ചെയ്യുന്നത്. അപ്പം ബജറ്റ് അവതരിപ്പിക്കാൻ മാണി സാറിനെ അനുവദിക്കില്ല എന്നൊരു നിലപാട് ഇടത് പാർട്ടികൾ എടുത്തു. അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ UDFും തീരുമാനിക്കുന്നു. അപ്പോൾ ബജറ്റ് അവതരിപ്പിക്കുന്ന ദിവസം മാണി സാറിനെ വീട്ടിൽ നിന്ന് ഇറങ്ങാനോ അസംബ്ലിയിൽ കയറാനോ സമ്മതിക്കുകയില്ല എന്നായിരുന്നു അന്ന് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം. അതുകൊണ്ട് ഇവരെന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാണി സാറിനെ തലേ ദിവസം തന്നെ അസംബ്ലിയിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ മുറിയിൽ താമസിപ്പിച്ചു. പിന്നെ അപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ സമ്മതിക്കുകയില്ല, അസംബ്ലിയിൽ കയറ്റാനും സമ്മതിക്കുകയില്ല എന്നുള്ളതിൻ്റെ ആദ്യഘട്ടം അങ്ങനെ പൊളിച്ചു. ഇനി രണ്ടാമത്തെ ഘട്ടം മാണി സാറിൻ്റെ മുറിയിൽ നിന്ന് ഏറ്റവും 3ാമത്തെ നിലയിൽ നിന്ന് 2ാമത്തെ നിലയിലുള്ള അസംബ്ലി ഹാളിലേക്ക് അദ്ദേഹം വരുന്നത് തടയുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഇവരൊരു പരിഹാരം കണ്ടെത്തി. വെളുപ്പിനെ 2ാമത്തെ നിലയിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. വെളുപ്പിനെ മാണി സാറിനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് ഇരുത്തി. അപ്പോൾ പുലർച്ചെ ഉമ്മൻചാണ്ടി സാറ് പാഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഓഫീസിലെത്തി. ഞാനും അതിൻ്റെ പുറകെ അവിടെ എത്തി. അവിടെ ചെല്ലുമ്പം വേറെ അങ്ങനെ ആരുമില്ല. അപ്പം ഞാനിങ്ങനെ ഈ മുറിക്കകത്തൊരു കൊച്ചുമുറിയുണ്ട്, അവിടെയാണ് ഇവർ കിടക്കാനൊക്കെ വിശ്രമിക്കുന്നത്. ഞാൻ നോക്കുമ്പോൾ ഞാൻ ആ റൂം തുറന്ന് നോക്കുമ്പോൾ മാണി സാർ അവിടെ കിടക്കുകയാണ്. അദ്ദേഹം ജുബ്ബ ഒക്കെ ഊരിയിട്ടിട്ടാണ്. ജുബ്ബ കിടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ചുളിവ് വീഴുമല്ലോ. അപ്പോൾ ജുബ്ബയില്ലാത്ത മാണി സാറിനെ ആദ്യമായിട്ട് കാണുക.
മാണിസാറുമായിട്ട് എനിക്ക് വളരെ നീണ്ട കാലത്തെ അടുപ്പമുണ്ട്. ഈ ജുബ്ബായുടെ ഒരഴക് കാണണമെങ്കിൽ മാണിസാറ് ജുബ്ബ ഇട്ടിറങ്ങണം. അപ്പോൾ തന്നെ ഒരു മീശയുടെ അഴക് കാണണമെങ്കിൽ മാണിസാറിൻ്റെ മീശ കാണണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള ക്രൈസ്തവരുടെ അല്ലെ കത്തോലിക്കരുടെ കോട്ടയത്തെ മാർപ്പാപ്പയാണ് മാണിസാറെന്നാണ് ഞാൻ പലപ്പോഴും പറയാറുള്ളത്. എനിക്കേറെ ഇഷ്ടമുള്ള ഒരു നേതാവുമാണ്. ഞങ്ങൾ ഈ ഡൽഹിക്കൊക്കെ പോകുമ്പോൾ ഉമ്മൻചാണ്ടി സാർ എപ്പോഴും എന്നെ മാണിസാറിനെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. കാരണം മാണിസാറിന് അപ്പോഴത്തേനും കുറച്ച് ശാരീരികമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. എന്തായാലും അന്ന് മാണിസാറ് അവിടെ ജുബ്ബയൊന്നും ഇല്ലാതെ കിടക്കുകയാണ്. പിന്നെ അദ്ദേഹം മാനസികമായിട്ടൊക്കെ കുറച്ച് തളർന്നിരിക്കുകയാണ്. ബജറ്റ് അവതരിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാണിസാറിൻ്റെ ഏറ്റവും മനോഹരമായൊരു ദിവസമാണ്. അദ്ദേഹം അതിനെ അങ്ങ് ആഘോഷിക്കാറുണ്ട്. അദ്ദേഹവും കുട്ടിയമ്മ ചേച്ചിയൊക്കെ ആയിട്ട് നിന്ന് ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, പിന്നെ അവിടെ നിന്ന് പ്രാർത്ഥിക്കുക, അവിടെ നിന്ന് നേരെ പള്ളിയിലേക്ക് പോവുക. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ബജറ്റ് അവതരിപ്പിക്കാനായിട്ട് വരുന്നത്. ആ പെട്ടിയും പിടിച്ചൊരു വരവുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മനോഹരമായ മുഹൂർത്തങ്ങളെല്ലാം നഷ്ടപ്പെടുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഉമ്മൻചാണ്ടി സാറിന് ഒരു ബുദ്ധി തോന്നി, എങ്ങനെയെങ്കിലും മാണി സാറിനെ നമുക്കൊന്ന് സ്പിരിറ്റ് കയറ്റി വിടണം. ഇപ്പോൾ എന്നോട് പറഞ്ഞു ഫോട്ടോഗ്രാഫർമാരോ വീഡിയോഗ്രാഫർമാരോ വല്ലതും ഉണ്ടെങ്കിൽ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ അവരെല്ലാം താഴെ നിൽക്കുക. ഞങ്ങളുടെ PRDയുടെ തന്നെ ഫോട്ടോഗ്രാഫറേയും വീഡിയോഗ്രാഫറെയും ഒക്കെ വിളിച്ചു. അവർ വന്നു. അവർ വിളിച്ച് ചെന്നപാടെ മാണി സാറിനെ കൊണ്ട് ജുബ്ബയൊക്കെ ഇടിപ്പിച്ചു. അദ്ദേഹത്തെ കൊച്ചുമുറിയിൽ നിന്ന് പുറത്തിറക്കി കൊണ്ടുവന്നു. അപ്പോൾ ആളൊക്കെ വളരെ കുറവാണ്. എന്നാലും ഉള്ള ആൾക്കാരെയൊക്കെ വെച്ചുകൊണ്ട് നമ്മളതങ്ങ് ആഘോഷമാക്കാൻ തീരുമാനിച്ചു. മാണി സാർ അങ്ങോട്ട് നടക്കുന്നു, ഇങ്ങോട്ട് നടക്കുന്നു, പെട്ടിയെടുക്കുന്നു, പെട്ടി വെക്കുന്നു, അങ്ങനെയൊക്കെയുള്ള കുറേ കലാപരിപാടികളൊക്കെ നടത്തുന്ന കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. നേതാക്കന്മാരെല്ലാം വന്നു തുടങ്ങി, MLA മാർ വന്നു തുടങ്ങി, മന്ത്രിമാർ വന്നു തുടങ്ങി. പിന്നെ അവിടെ സന്തോഷമായി, ബഹളമായി. അതായത് മാണി സാർ നിമിഷങ്ങൾക്കുള്ളിൽ, ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അദ്ദേഹം ട്രാൻസ്ഫോം ചെയ്ത് പഴയ മാണി സാറിലേക്ക് തിരിച്ചുപോയി. ലൂർദ് പള്ളിയിലെ പ്രാർത്ഥന ഒഴികെ ബാക്കിയുള്ള എല്ലാ കലാപരിപാടികളും അന്ന് അവിടെ വെച്ച് നടത്തി. അതോടുകൂടി അദ്ദേഹം വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ബജറ്റ് അവതരിപ്പിക്കാനായിട്ട് കയറിക്കഴിഞ്ഞപ്പം പിന്നെ ആകെ അറിയാമല്ലോ, വലിയ ബഹളവും സംഘർഷമൊക്കെ ആയിരുന്നു. ഈ ബജറ്റിൻ്റെ പേപ്പർ ആരെങ്കിലും തട്ടിപ്പറിച്ചുകൊണ്ട് പോകുമോ എന്നുള്ള ഭീതിയിൽ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ വേറൊരു കോപ്പി ഉണ്ടായിരുന്നു, ഉമ്മൻചാണ്ടി സാറിൻ്റെ കയ്യിൽ വേറെ കോപ്പികളുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള ആശങ്കകളൊന്നും ഇല്ലായിരുന്നു. എന്തായാലും ബജറ്റ് അവതരണം കഴിഞ്ഞ് സാങ്കേതികമായി ഞാനിവിടെ ബജറ്റ് അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരുക. എന്തായാലും ആ രീതിയിൽ അന്ന് ബജറ്റ് അവതരിപ്പിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു മനസാന്നിധ്യം എനിക്കന്ന് ശ്രദ്ധേയമായിട്ട് തോന്നിയത്, അദ്ദേഹം പോകുന്നതിന് മുമ്പ് പ്രതിപക്ഷത്തെ നോക്കി ഒരു വാചകം പറഞ്ഞു. ഈ കഴിഞ്ഞ രാത്രി മുഴുവൻ ഈ ബജറ്റിന് ഉറക്കമിളച്ച് കാവലിരുന്ന പ്രതിപക്ഷത്തെ എല്ലാ അംഗങ്ങൾക്കും എൻ്റെ നന്ദി, നമസ്കാരം എന്ന് പറഞ്ഞാണ് അദ്ദേഹം പോയത്. അതായത് അന്ന് രാത്രി മുഴുവൻ പ്രതിപക്ഷ അംഗങ്ങൾ മാണി സാറിനെ പിടിക്കാൻ വേണ്ടിയിട്ട് അസംബ്ലിയുടെ പുറത്തും അകത്തുമായിട്ട് കാത്തിരിക്കുകയാണ്. അവരെയെല്ലാം പറ്റിച്ചല്ലോ എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. 2016 ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലാവധി കഴിയുന്നു. പിന്നെ ഞാൻ എൻ്റെ മാതൃവകുപ്പിലേക്ക് തിരിച്ചു പോകുന്നു. പിണറായി വിജയൻ മുഖ്യമന്ത്രി. അപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ ഒരു കീഴ്വഴക്കം അനുസരിച്ചാണെങ്കിൽ എന്നെ എവിടെയെങ്കിലും പട്ടിക്കാട്ടിലേക്കൊക്കെയാണ് അടിക്കേണ്ടത്. പക്ഷേ എന്തായാലും അത്രയും കഠിനമായ ഒരു ട്രാൻസ്ഫർ കിട്ടിയില്ല. എനിക്ക് അവിടെ ടാഗോർ തിയേറ്ററിൽ കൾച്ചറൽ ഓഫീസർ എന്നൊരു പദവിയാണ് തന്നത്. അത് നല്ലൊരു പദവിയാണ് താനും. ടാഗോർ തിയേറ്റർ ട്രിവാൻഡ്രത്തെ ഏറ്റവും മികച്ച ഒരു സ്ഥാപനമാണ്. സർക്കാരിൻ്റെ ഒരു തിയേറ്ററാണിത്. 5-6 ഏക്കറിൽ ഒരുപാട് പൂക്കളും കായ്കളും ഒക്കെയുള്ള മനോഹരമായ സസ്യശ്യാമളമായ ഒരു സ്ഥലമാണത്. ഞാൻ ജോലി ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം കൂടിയാണത്. പിന്നീട് പിന്നെ എൻ്റെ പ്രൊമോഷൻ ഡ്യൂ ആയി. അപ്പം എനിക്ക്
ഡൽഹി കേരള ഹൗസിലേക്കാണ്. ഞങ്ങളുടെ 5 പേർക്കെന്ന് പ്രൊമോഷനാണ്. അതിൽ ഡൽഹി കേരള ഹൗസിലേക്കാണ് എൻ്റെ പ്രൊമോഷൻ, എൻ്റെ പേരെഴുതിപ്പോയത്. അപ്പോൾ ഞാൻ ഏറ്റവും സീനിയർ മോസ്റ്റാണ്, ഞാൻ റിട്ടയർ ചെയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ അടുത്ത് ചെന്നപ്പോൾ മുഖ്യമന്ത്രി ചോദിച്ചു, ഇത്രയും ഏറ്റവും സീനിയറായിട്ടുള്ള ആളെ, അതും റിട്ടയർ ചെയ്യാനായിട്ട് നിൽക്കുന്ന ആളെ ഡൽഹിക്ക് അടിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ ആക്ഷേപമായി മാറുകയില്ലേ എന്ന് CM ചോദിച്ചു. അതൊരു സ്വാഭാവികമായൊരു ചോദ്യമാണ്. എന്തായാലും ആ ചോദ്യം കേട്ടപാടെ എൻ്റെ ഫയലെടുത്ത് അവരവിടെ മടക്കി വെച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ എല്ലാവരും തന്നെ എനിക്ക് പരിചയമുള്ളവരാണ്. പക്ഷേ എല്ലാവർക്കും മുഖ്യമന്ത്രിയോട് ചെന്ന് ഇതാണ് ഞാൻ എൻ്റെ കൺസെൻറ്റ് എഴുതി തരാം, എനിക്ക് പ്രശ്നമില്ല, അതും മുഖ്യമന്ത്രിയോട് ചെന്ന് പറയാൻ എല്ലാവർക്കും ഭയങ്കര പേടി. അപ്പോൾ എൻ്റെ ഫയൽ അവിടെ ഇരുന്ന് ഏതാണ്ട് ജീർണിക്കുന്ന അവസ്ഥ. ഞാൻ എന്തായാലും ഒരു ദിവസം വൈകുന്നേരം ആയപ്പോഴത്തേനും ഉമ്മൻചാണ്ടി സാറിൻ്റെ അടുത്ത് ചെന്നു. സാർ ഉടനെ CMനെ വിളിച്ചു. CM അന്ന് രാത്രി തന്നെ ഫയലെടുപ്പിച്ചു, അന്ന് രാത്രി തന്നെ ഒപ്പിട്ടു. പിറ്റേ ദിവസം എൻ്റെ ട്രാൻസ്ഫർ ഓർഡർ കൊടുത്തിരിക്കണം എന്ന് ഒരു കല്ലാൽ പിളർക്കുന്ന ഉത്തരവ് പോലെ പറയുകയും ചെയ്തു. എന്തായാലും അന്ന് വൈകുന്നേരം 5 മണിക്ക് മുമ്പ് സെക്രട്ടേറിയറ്റിൽ നിന്ന് എൻ്റെ ട്രാൻസ്ഫർ ഓർഡർ കയ്യിൽ കിട്ടി. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനും ഒക്കെ ആദരിക്കുന്ന ഒരു നേതാവാണ് ഉമ്മൻചാണ്ടി സാർ എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. മലേഷ്യ, തായ്ലാൻഡ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12 ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9955442222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് കുഞ്ഞുഞ്ഞു കഥകൾ എന്ന പേരിൽ ഞാൻ 3 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിലേറെയും അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ടുള്ളത് തന്നെയാണ്. പുതുപ്പള്ളിയിലും പരിസരത്തുമായി ഒരുപാട് കുഞ്ഞുഞ്ഞു കഥകൾ, കുഞ്ഞുഞ്ഞ് എന്ന ഉമ്മൻചാണ്ടി സാറിൻ്റെ വിളിപ്പേരാണ്, കുഞ്ഞുഞ്ഞു കഥകൾ ഉണ്ട്. തിരുവനന്തപുരത്തും എവിടെയാണെങ്കിലും ഉമ്മൻചാണ്ടി സാറിനോട് പരിചയമുള്ള ഒരാളോട് ചോദിച്ചാൽ അവർക്കൊരു കഥ പറയാൻ കാണും. പുതുപ്പള്ളി കേന്ദ്രീകരിച്ചാണ് ഈ കഥകൾ ഏറെ. ഒരിക്കൽ ഉമ്മൻചാണ്ടി സാറ് വിദേശത്ത് പോയപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ അനുയായികൾ പിരിവിനിറങ്ങി. അപ്പോൾ ഒരു വീട്ടിൽ ചെന്ന് ഇതുപോലെ ഉമ്മൻചാണ്ടി സാറിന് വിദേശത്ത് പോകാനായിട്ടാണ് ഇത്ര സാമ്പത്തിക സഹായം വേണമെന്ന് പറഞ്ഞപ്പം ആ ഗൃഹനാഥൻ പറഞ്ഞു, അതിന് സാറ് പോയല്ലോ, അതിൻ്റെ വാർത്തയൊക്കെ പത്രത്തിൽ കണ്ടല്ലോ എന്ന് പറഞ്ഞപ്പം ഈ പിരിവുകാർ ആദ്യം ഒന്ന് ചമ്മി. പക്ഷേ നല്ല മനസാന്നിധ്യമുള്ള ആ പിരിവുകാരൻ പറഞ്ഞു, പോയത് പോയി, പക്ഷേ ഇനി നമുക്ക് തിരിച്ചു കൊണ്ടുവരണ്ടേ, തിരിച്ചു കൊണ്ടുവരാൻ പൈസ വേണ്ടേ, അതിനാണ് ഞങ്ങൾ വന്നത് എന്ന്. ഈ രീതിയിലുള്ള ധാരാളം കഥകളാണ് അദ്ദേഹത്തെക്കുറിച്ച് ഈ പുതുപ്പള്ളിയിലും പരിസരത്തുമായിട്ട് ഇങ്ങനെ പ്രചരിക്കുന്നത്. ആദ്യമൊക്കെ ഇതൊക്കെ പിന്നെ അവിടെ സെക്രട്ടേറിയറ്റിൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഓഫീസിൽ ഒക്കെ നമ്മളും നേരിട്ട് കാണുകയാണ് ഇത്തരം സംഭവങ്ങളൊക്കെ. ഒരിക്കൽ അവിടെ ഒരാൾക്കൂട്ടത്തിൽ നിന്ന് ഒരാൾ ഉമ്മൻചാണ്ടി സാറിനെ കാണാനായിട്ട് വരുന്നു. അയാളെ കാണുമ്പോൾ തന്നെ അറിയാമൊക്കെ എന്തോ ഒരു പ്രശ്നമുള്ളതാണ്. പക്ഷേ സാർ ഇതൊക്കെ ഒരു രസമായിട്ട് ഇങ്ങെടുക്കും. അപ്പോൾ പറഞ്ഞു പുള്ളി, സാർ ഞാനൊരു ശാസ്ത്രജ്ഞനാണ്, ഞാനൊരു ഞെട്ടിപ്പിക്കുന്ന കണ്ടുപിടുത്തം, ഞാൻ എയ്ഡ്സിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. സാറും അയാളെ പ്രോത്സാഹിപ്പിക്കുന്നു, ഓഹോ എന്നാൽ കൊള്ളാമല്ലോ, നല്ലതാണല്ലോ എന്നൊക്കെ പറയുന്നു. അപ്പം പുള്ളി അടുത്ത ആവശ്യം ഉന്നയിക്കുന്നു, ഈ മരുന്ന് പരീക്ഷിക്കാനായിട്ട് സാർ എനിക്ക് ഒരാളെ വിട്ടു തരണം. അത് ആരോടാ? മുഖ്യമന്ത്രിയോടാണ് പറയുന്നത്. സാർ അതും തമാശയായിട്ടെടുത്തു. എന്നിട്ട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ശരി, എൻ്റെ ഒരു സഹായി, സാറിൻ്റെ ഒരു സന്തത സഹചാരിയാണ്, RK എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പോലെ MLA ക്വാർട്ടേഴ്സിൽ പോയി RK കണ്ടാൽ മതി, RK കണ്ടു കഴിയുമ്പോൾ RK അതിൻ്റെ ആളെ ഏർപ്പാടാക്കുമെന്ന് പറയുന്നു. അപ്പം പുള്ളി MLA ക്വാർട്ടേഴ്സിലേക്ക് പോകാൻ റെഡിയാകുന്നു. എന്നിട്ട് സാറിനോട് പറയും, സാറേ MLA ക്വാർട്ടേഴ്സിൽ വരെ പോകാനായിട്ട് എൻ്റെ പൈസയില്ല, അതിന് വണ്ടിക്കൂലിയും കൂടെ തരണം എന്ന് പറയുമ്പം സാർ അയാൾക്കൊരു 100 രൂപയും എടുത്തു കൊടുക്കുന്നു. അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ ആണ് ഇത് നടക്കുന്നത്. ഇതിനെയെല്ലാം സാറൊരു വലിയ തോതിൽ പ്രോത്സാഹിപ്പിക്കുകയും അത് ആസ്വദിക്കുകയും അത് പിന്നീട് പറഞ്ഞ് പലരോടും രസിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഞങ്ങളൊക്കെ കാണാറുള്ളതാണ്. അപ്പോഴാണ് ഇത്തരം കഥകളെല്ലാം കൂടെ സമാഹരിച്ച് കുഞ്ഞുഞ്ഞു കഥകൾ എന്ന പേരിലൊരു പുസ്തകം ഇറക്കാനായിട്ട് തീരുമാനിക്കുന്നത്. അത് സത്യത്തിൽ
ഒരു മുഖ്യമന്ത്രിയെ നല്ലപോലെ കളിയാക്കിക്കൊണ്ടുള്ള കുറേയധികം കഥകൾ അതിനകത്തുണ്ട്. ഒരു പ്രാവശ്യം കുഞ്ഞുഞ്ഞു കഥകളുടെ അതിൻ്റെ ഒരു പുതിയ എഡീഷൻ്റെ പ്രകാശനം കോട്ടയത്ത് നടക്കുമ്പോഴത്തേക്കും അതിലെ ഒരു കഥാപാത്രം പരിപാടി കഴിഞ്ഞ് ഇറങ്ങിയ ഉമ്മൻചാണ്ടി സാറിനെ വളഞ്ഞിട്ട് പിടിച്ചു. അപ്പോൾ സാർ ഓർത്തു, അയ്യോ ഇയാളെക്കുറിച്ച് എഴുതിയത് കൊണ്ടായിരിക്കും എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും പുള്ളി വന്ന് ഇങ്ങനെ ഉമ്മൻചാണ്ടി സാറിനോട് ചൂടായി. എന്തൊരു എഴുത്താണ് സാറേ, ഇങ്ങനെയൊക്കെയാണോ എഴുതുന്നത് എന്നൊക്കെ ചോദിച്ച് ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ പ്രശ്നം, തെറ്റി വല്ലതും വന്നോ എന്നിങ്ങനെ ചോദിച്ചാൽ പുള്ളി പറഞ്ഞു, അതല്ല സാറേ, സാറിൻ്റെ പേര് എഴുതിയില്ല, സാറൊരു പുതുപ്പള്ളിക്കാരൻ എന്നൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അപ്പം അടുത്ത് നിന്ന് എന്നോട് പറഞ്ഞു ഇനി എഴുതുമ്പം പുള്ളിയുടെ പേരും കൂടി ഒന്ന് വെച്ചേക്കണം, മറക്കണ്ട എന്ന് പറഞ്ഞ് അയാളെയും പിന്നെ സന്തോഷിപ്പിച്ച് വിടുകയാണ് ചെയ്തത്. ഇതിനെല്ലാം ശേഷമാണ് ഞങ്ങൾ ഇംഗ്ലീഷിലൊരു പുസ്തകം, എ ഗ്രേഷ്യസ് വോയിസ് ലൈഫ് ഓഫ് ഉമ്മൻചാണ്ടി എന്ന പേരിലുള്ള ഒരു പുസ്തകം ഇറക്കാനായിട്ട് തീരുമാനിച്ചത്. അത് ഡൽഹിയിലുള്ള കൊണാർക്ക് പബ്ലിഷേഴ്സാണ്. അവർ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലാണ് അവരുടെ പുസ്തകങ്ങളൊക്കെ വരുന്നത്. നമ്മളിവിടുന്ന് അയച്ചു കൊടുത്ത കണ്ടൻറ്റൊക്കെ അവർ സ്വീകരിച്ചു. പക്ഷേ നമ്മളിവിടുന്ന് അയച്ചു കൊടുക്കുന്ന ഫോട്ടോസ് ഒന്നും അവർ എടുക്കുന്നില്ല. കാരണം സാറിൻ്റെ നല്ല ഫോട്ടോസ് ഇല്ല എന്നുള്ളതാണ് വാസ്തവം. സ്റ്റുഡിയോയിലെടുത്ത പടങ്ങളൊന്നുമില്ല. ഉമ്മൻചാണ്ടി സാർ അങ്ങനെ സ്റ്റുഡിയോയിൽ പോയി ഫോട്ടോസ് കൊടുക്കാറില്ല. അവസാനം പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് മുടങ്ങുമെന്നൊരു സാഹചര്യം വന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, സാറേ ഇതാണ് അവസ്ഥ, സാറ് സ്റ്റുഡിയോയിൽ വരാതെ പറ്റത്തില്ല, അതുകൊണ്ട് ഒരു ഫോട്ടോ നമുക്ക് സ്റ്റുഡിയോയിൽ പോയി എടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ സമ്മതിച്ച് കോട്ടയത്തെ ഒരു സ്റ്റുഡിയോയിൽ ഞങ്ങൾ കാത്തു നിൽക്കുകയാണ്. അദ്ദേഹം ഏതോ തിരക്കിനിടയിൽ നിന്ന് പാഞ്ഞു വന്നപാടെ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് പോകും കേട്ടോ എന്ന് പറഞ്ഞ്. അപ്പോൾ വന്നപാടെ മേക്കപ്പ് മാനൊന്ന് ടച്ചൊക്കെ ചെയ്യാനായിട്ട് ശ്രമിച്ചു. പുള്ളി പറഞ്ഞു അതൊന്നും വേണ്ട, സ്വന്തമായിട്ട് തന്നെ കൈകൊണ്ട് എല്ലാം ചീകിയൊതുക്കി. ഉമ്മൻചാണ്ടി സാറിനെ കണ്ണാടി നോക്കുക, തലമുടി ചെയ്യുക, അങ്ങനെയുള്ള ഒരു പരിപാടികളുമില്ല. അദ്ദേഹം തന്നെ കൈകൊണ്ടൊക്കെ എല്ലാം ഒരു വിധത്തിൽ സെറ്റ് ചെയ്തു. എന്നിട്ട് ക്യാമറാമാൻ ഒരു ട്രയൽ എടുക്കാമെന്നും പറഞ്ഞ് 2 ഷോട്ട് എടുത്തു. 2 ഷോട്ട് എടുത്തു കഴിഞ്ഞ് സാർ ഇറങ്ങിപ്പോയി. കാരണം വേറെ പരിപാടിയുടെ സമയമായി കഴിഞ്ഞത്. അപ്പോൾ ക്യാമറാമാൻ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. കാരണം പുള്ളിയോർത്ത് ട്രയലൊക്കെ എടുത്ത് നല്ല വിശാലമായിട്ട് എടുക്കാമെന്നൊക്കെ കരുതുന്നപ്പോഴത്തേനും സാറ് വണ്ടി കയറിക്കഴിഞ്ഞ് അയാൾ ആ ഫോട്ടോഗ്രാഫർ എന്നിട്ട് വിറയ്ക്കുന്ന കയ്യോടെ പോയി ആ ക്യാമറ കമ്പ്യൂട്ടർ കണക്ട് ചെയ്ത് നോക്കുമ്പം 2 മനോഹരമായ പടങ്ങൾ കിട്ടി. അതാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ ഏറ്റവും നല്ല പടങ്ങൾ. എന്തായാലും ആ പടങ്ങൾ വെച്ചുകൊണ്ട് എ ഗ്രേഷ്യസ് വോയിസ് ലൈഫ് ഓഫ് ഉമ്മൻചാണ്ടി എന്ന പേരിലുള്ള പുസ്തകം ഞങ്ങൾ പ്രസിദ്ധീകരിച്ചു. അതിന് നല്ല സ്വീകാര്യതയും കിട്ടി. ഉമ്മൻചാണ്ടി സാറ് നിയമസഭാംഗമായതിൻ്റെ 40ാം വാർഷികം, മോഹൻലാൽ അഭിനയ രംഗത്തെത്തിയതിൻ്റെ 30ാം വാർഷികം, ആ 2 വാർഷികങ്ങളും കൂടി സംയുക്തമായിട്ട് ആഘോഷിക്കാനായിട്ട് ജയ്ഹിന്ദ് ചാനൽ ഒരു അവസരമുണ്ടാക്കുന്നു. അവർ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്ന ഒരു ചർച്ച അല്ലെങ്കിൽ ഒരു മുഖാമുഖം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ 2 പേരും അന്ന് കൻ്റോൺമെൻറ്റ് ഹൗസിലായിരുന്നു. 2 പേരും രാവിലെ തന്നെ എത്തി. ഈ ഉമ്മൻചാണ്ടി സാർ ഈ പറഞ്ഞ പോലെ ഒന്നിനും അങ്ങനെ പ്രത്യേകിച്ച് തയ്യാറെടുക്കുകയോ ഒന്നും ചെയ്യത്തില്ല. അപ്പം ഇൻ്റർവ്യൂ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് മോഹൻലാലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളും കൂടിയൊക്കെ ചോദിച്ചറിയുന്നത്. അപ്പോൾ നേരത്തെ പറയുമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ വിശദീകരിക്കാമെന്നൊക്കെ ആയിരുന്നു. നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ മോഹൻലാൽ എത്തിക്കഴിഞ്ഞു. അവർ 2 പേരും ഉടനെ ഇരുന്ന് ചർച്ചയൊക്കെ തുടങ്ങി. മോഹൻലാലിൻ്റെ അച്ഛൻ വിശ്വനാഥൻ നായർ സെക്രട്ടേറിയറ്റിലെ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പം അദ്ദേഹത്തെ ഉമ്മൻചാണ്ടി സാറിനറിയാം. അതൊക്കെ അയവിറക്കിക്കൊണ്ടാണ് ചർച്ച ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പം എന്താണ് ഈ 40 വർഷമായിട്ട് 12 തവണ ഉമ്മൻചാണ്ടി സാർ പുതുപ്പള്ളിയിൽ നിന്ന് മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. അത് തന്നെ ഒരു റെക്കോർഡാണ്. അതുപോലെ തന്നെ മോഹൻലാൽ 30 വർഷമായിട്ട് ഇങ്ങനെ ഒരു നിത്യഹരിത നായകനായിട്ട് പുള്ളിയും വാഴുന്നു. എന്താണ് ഇതിൻ്റെ ഒരു കെമിസ്ട്രി, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ രഹസ്യം എന്നൊക്കെ അവരങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നുണ്ട്. പക്ഷേ 2 പേരും പൊതുവായിട്ട് പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കഠിനാധ്വാനമാണ്. അവർ അങ്ങനെ ക്ലിപ്ത സമയം നോക്കി ജോലി ചെയ്യുന്നവരല്ല. എത്ര സമയം വേണമെങ്കിലും ജോലി ചെയ്യാൻ അവർ തയ്യാറാണ്. അവരുടെ ഒരു സമർപ്പണം അത് തന്നെയാണ് ആ 2 പേരുടെയും ഒരു കോമൺ ഫാക്ടറായിട്ട് അവിടെ വന്നത്. അങ്ങനെ രാഷ്ട്രീയത്തെക്കുറിച്ചും പിന്നെ സിനിമയെക്കുറിച്ചുമൊക്കെയുള്ള ചർച്ചകൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയ്ക്കാണ് മോഹൻലാൽ ഉമ്മൻചാണ്ടി സാറിനോട് ചോദിക്കുന്നത്, സാറ് ഏറ്റവും ഒടുവിൽ കണ്ട സിനിമ ഏതാണ്?
ഉമ്മൻചാണ്ടി സാറ് ചില നേരം ആലോചിച്ചിട്ട് പറഞ്ഞു, ആ സിനിമ മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന സിനിമയാണ് എന്ന്. അതായത് മോഹൻലാലിൻ്റെ ആദ്യത്തെ സിനിമയാണ് ഉമ്മൻചാണ്ടി സാറ് ഏറ്റവും ഒടുവിൽ കണ്ട സിനിമ. അദ്ദേഹത്തിൻ്റെ ഈ കീറിയ ഷർട്ടിനെ കുറിച്ചൊക്കെ ഒരുപാട് കഥകളുണ്ടല്ലോ. യഥാർത്ഥത്തിൽ അത് മനഃപൂർവ്വം കീറുന്നതല്ല. അന്നത്തെ കാലത്ത് ഇവർക്ക് അത്രയുമൊക്കെ ഷർട്ടുകളൊക്കെ ധരിക്കാനുള്ള സാമ്പത്തികവും അതിനുള്ള ചുറ്റുപാടുകളുമൊക്കെ ഉള്ളൂ. പലപ്പോഴും കടം മേടിച്ചും മറ്റുള്ളവരുടെ കൊണ്ടും കൊടുത്തുമൊക്കെയാണ് ഇവർ അന്ന് വസ്ത്രങ്ങൾ വരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കെ വിശ്വനാഥൻ KPCC പ്രസിഡൻ്റ് ആയിരുന്ന അദ്ദേഹത്തെ ഗവർണറാക്കി നിയമിച്ചപ്പോഴത്തേക്കും ഇവരദ്ദേഹത്തെ കാണാനായിട്ട് ചെന്നു. അന്നേരം വക്കീൽ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഇനി ഞാൻ ഗവർണറാണല്ലോ, നമുക്ക് ഇനി കതറിട്ട് നടക്കാൻ പാടില്ലല്ലോ, എൻ്റെ കയ്യിൽ കുറേ കതർ ഷർട്ടൊക്കെ ഇരിപ്പുണ്ട്, അതിനി എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. ഉടനെ ഉമ്മൻചാണ്ടി സാറിൻ്റെ മറുപടി, അങ്ങനെയാണെങ്കിൽ അതെനിക്ക് തരുമോ എന്ന് ചോദിച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന 60 കതർ ഷർട്ടും മേടിച്ചുകൊണ്ടാണ് പോയത്. അതുപോലെ തന്നെ ഒരിക്കൽ അദ്ദേഹം മറ്റേ വസ്ത്രം ധരിച്ച് പോകാനായിട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്കും മകൾ അച്ചു ആ ഷർട്ടിന്മേൽ കുറച്ച് സ്പ്രേ അടിച്ചു കൊടുത്തു. അപ്പോൾ ആൾക്കാരുടെ ഇടയിലേക്ക് പോകുന്നതല്ലേ, വൃത്തിയായിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ഇറങ്ങാൻ തുടങ്ങിയ സാർ ഓടിപ്പോയി ആ ഡ്രസ്സ് മാറ്റിക്കൊണ്ട് വേറൊരു ഷർട്ട്, സ്പ്രേ അടിച്ച ഷർട്ട് മാറ്റിയിട്ട് വേറൊരു ഷർട്ട് ഇട്ടുകൊണ്ട് വന്നു. അപ്പോൾ മോളിങ്ങനെ ചോദിച്ചു, എന്തിനാ അച്ഛാ ഇങ്ങനെ പിടിവാശി കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അതിന് സാറ് പറഞ്ഞ മറുപടി, ഞാൻ ജനങ്ങളുടെ അടുത്തേക്കാണ് പോകുന്നത്, ഞാനിങ്ങനെ സുഗന്ധവും ഒക്കെ അടിച്ചങ്ങ് ചെന്ന് കഴിഞ്ഞാൽ ആളുകൾക്ക് എൻ്റെ അടുത്തേക്ക് വരാനായിട്ടൊരു ആശങ്ക കാണും, അത് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ആളുകൾക്ക് അവരിൽ ഒരാളായിട്ട് തോന്നണമെങ്കിൽ അവരെപ്പോലെ തന്നെ നമ്മൾ ജീവിക്കണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. ഈ രീതിയിൽ അദ്ദേഹം ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും എന്തെങ്കിലും ഒരു സന്ദേശം സമൂഹത്തിന് കൊടുക്കാനായിട്ട് കാണും.